ദിസ്ന കൂടിയുണ്ട് അർജുൻ്റെ വസതിയിൽ നിന്ന്. ദിസ്ന, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബ പ്രാർത്ഥനകളോടെ ഒരു നാട് മുഴുവൻ, കുടുംബം മാത്രമല്ല. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് ദിസ്ന? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമാണ് അർജുന്റെ കുടുംബം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായും 5 ദിവസത്തെ കാത്തിരിപ്പാണ്. അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ തന്നെ വലിയ പ്രാർത്ഥനയോടെ തന്നെയാണ് ഈ വസതിയിൽ ഉള്ളത് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിഗ്നൽ റഡാറിൽ ലോറിയുടെ സിഗ്നൽ കിട്ടി എന്നുള്ള വിവരമൊക്കെ തന്നെ വരുമ്പോൾ വലിയൊരു ആശ്വാസത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുടുംബത്തിന്റെ അവസ്ഥ ഇന്നലെയൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. അർജുനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അർജുൻ. 19 വയസ്സിലെ ഈ കുടുംബത്തിന് വേണ്ടി വരുമാന മാർഗം കണ്ടെത്തുവാൻ പോയ വ്യക്തി, ലോറി ഓടിച്ച് ജീവിതം കരക്കടുപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അർജുന്റെ കുടുംബം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നലെയൊക്കെ തന്നെയും വലിയ രീതിയിൽ പല പ്രമുഖ നേതാക്കന്മാരൊക്കെ തന്നെയും ഈ വീട്ടിലെത്തുകയും അവർക്ക് ആശ്വാസവാക്കുകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാലും അവർ ആരോപിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇത്രയും വൈകി, അതായത് സംഭവം നടന്നിട്ട് 15-ാം തീയതി വൈകുന്നേരം അർജുൻ വിളിക്കുന്നു. തുടർന്ന് 16-ാം തീയതി അർജുന്റെ ഫോൺ റിങ് ചെയ്യുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ ലൊക്കേഷൻ അനുസരിച്ചൊക്കെ തന്നെയും പരാതിപ്പെട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം പറയുന്നത്. ഇന്നലെ 9 മണിക്ക് ശേഷം രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന് അറിയിച്ചപ്പോഴും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അവർ പറഞ്ഞത് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ പാടില്ല എന്നൊരു ആവശ്യം അർജുന്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ നമ്മൾ ഈ ലോറി ഉടമയുടെ ഒക്കെ തന്നെയും പ്രതികരണം കേട്ടതാണ്. അതിൽ അദ്ദേഹവും പറയുന്നുണ്ട്, ഈ ലോറി ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഉയർന്നു വന്നത്. എന്നാൽ 8 JCB ഉപയോഗിച്ചായിരുന്നു ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. അതിൽ 4 JCB ഇരുവശത്തു നിന്നും മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ച പറയുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുവശത്തുമുള്ള മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമാണ് ഈ ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തി നടത്തിയിരിക്കുന്നു. ലോറിയുടെ സിഗ്നൽ കണ്ടെത്തി എന്ന വിശ്വാസ വാർത്തയും വന്നിട്ടുണ്ട്. അതിനൊരു സ്ഥിരീകരണം ഇനി ആവശ്യമാണ് എന്നൊരു വിവരമാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും വീട്ടുകാരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയിലാണ് ലക്ഷ്മി. അർജുൻ തിരിച്ചു വരും, ആരോഗ്യവാനായി അർജുൻ തിരിച്ചു വരും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് വീട്ടുകാരൊക്കെ തന്നെയും കാത്തിരിപ്പിക്കുന്നത്. ഈ ലോറി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, അതായത് അവൻ മനക്കരുത്തുള്ളവനാണ്, അത്യാധുനിക സംവിധാനങ്ങളുള്ള ലോറിയാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് അതിജീവിച്ച് മടങ്ങി വരും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ലക്ഷ്മി എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു നാട് മുഴുവൻ പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇന്നലെ മുതൽ ഈ വീടിന് സമീപം ഉണ്ടായിരുന്നു. വീട്ടുകാരുമായി നമ്മൾ നിരന്തരം സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെയും സഹോദരിയുടെ ഒക്കെ തന്നെയും പ്രതികരണം എടുത്തിരുന്നു. ആ പ്രതികരണത്തിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് അർജുൻ പ്രതീക്ഷയോടെ തിരിച്ചു വരും, അർജുനെ കാത്തിരിക്കുകയാണ് എല്ലാവരും. അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും ലക്ഷ്മി. ദിസ്ന, അത് തന്നെയാണ് കാരണം. ഈ ലോറിയുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനാണ്, മണ്ണ് കയറാൻ സാധ്യതയില്ല. അത് വലിയൊരു ശുഭപ്രതീക്ഷയാണ്. മാത്രമല്ല ഈ അവിടെ വീട്ടുകാർ തന്നെ പറഞ്ഞതുപോലെ ഭക്ഷണം ഉൾപ്പെടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല നല്ല മനക്കരുത്തുമുണ്ട്. അത് ഏറ്റവും അടുത്തറിയാവുന്നത് കുടുംബാംഗങ്ങൾക്ക് തന്നെയായിരിക്കും വലിയൊരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് അർജുൻ്റെ സഹോദരിയും പറഞ്ഞ അവസാന ശ്വാസം വരെ അവൻ പോരാടും എന്നുള്ളത് ഉറപ്പാണെന്നുള്ളത്. അങ്ങനെയുള്ള വളരെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ ചെല്ലുന്ന മാധ്യമങ്ങളോടൊക്കെ പങ്കുവെച്ചു
പ്രതീക്ഷിച്ചുകൊണ്ട് ആ കുടുംബം ഇരിക്കുന്നു. മാത്രമല്ല മന്ത്രി A.K. ശശീന്ദ്രൻ, നമുക്കറിയാം കേരളത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും കർണാടകത്തിൻ്റെ ഭാഗത്ത് നിന്നായാലും ഈ ഒരു പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം കുറച്ച് വേഗത്തിലാക്കാൻ താമസിച്ചു എന്നുള്ള പരാതി എന്തായാലും ഉണ്ട്. അത് മന്ത്രി A.K. ശശീന്ദ്രൻ പറയുന്നത് കുടുംബം അത്തരത്തിൽ പരാതി പറഞ്ഞു, പക്ഷെ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ല, ഇന്നലെ വരെയുള്ള കാര്യങ്ങളൊന്നും ഇനി ആലോചിക്കാനുള്ള സമയമല്ല, കാര്യങ്ങൾ കൃത്യമായി കേരള സർക്കാർ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു ആത്മവിശ്വാസം കൂടി മന്ത്രി ആ കുടുംബത്തിന് അങ്ങനെ തന്നെ പകർന്നു നൽകിയുണ്ടായി, അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി. അവിടെ എത്തുന്നവരും ഒരുപക്ഷെ കൂടുതൽ ആളുകളൊക്കെ എത്തുന്നുണ്ടായിരിക്കുമല്ലോ. അത്തരത്തിൽ തന്നെ ഒരു പ്രതീക്ഷ കുടുംബത്തോട് പങ്കുവയ്ക്കുകയും കുടുംബത്തിന് ആത്മധൈര്യം ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം തന്നെയല്ലേ അവിടെ ഉള്ളത് ദസ്ന? തീർച്ചയായും ലക്ഷ്മി, ഇവിടുത്തെ സാഹചര്യം വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ 2 ദിവസമായി ഇവിടെ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. അവർക്ക് ആ കുടുംബത്തിൽ നിന്നും ലഭ്യമാവുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുടുംബം നമുക്ക് മുന്നിൽ ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വയ്ക്കുകയാണ്. അർജുൻ മടങ്ങി വരും, വലിയൊരു രീതിയിൽ വലിയ ആരോഗ്യവാനായി തന്നെ അർജുൻ മടങ്ങി വരുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അവർ പറയുന്നത് എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ച വ്യക്തിയാണ് അർജുൻ. 19 വയസ്സിലെ കുടുംബത്തിന്റെ ആശ്രയമായി മാറുന്നു. സഹോദരിമാരെയൊക്കെ നോക്കണം, കുടുംബത്തിന്റെ പഠന ചെലവൊക്കെ തന്നെ, മറ്റു പഠന ചെലവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കണം. ആഗ്രഹിച്ച് വീട് വെക്കണം, അങ്ങനെ ലോൺ എടുത്ത് അർജുൻ വീട് വെക്കുന്നു. പിന്നീട് ലോറിയിൽ അർജുൻ പോകുന്നു. അത്തരത്തിൽ വലിയ ദീർഘദൂരമായ യാത്രകളാണ് അർജുൻ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത്തരത്തിൽ ലോഡുമായി അർജുൻ പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് അർജുൻ സാധാരണയായി മടങ്ങിയെത്താറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം. രാവിലെ A.K. ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോഴും A.K. ശശീന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞത് ഇത്തരത്തിലൊരു പരാതി കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ആ പരാതി ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യമുണ്ടോ, അതല്ല വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്നൊരു കാര്യമാണ് A.K. ശശീന്ദ്രൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ വാർത്തകളും പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഓരോ പുതിയ അപ്ഡേഷൻസ് ഒക്കെ പോകുമ്പോൾ ആ കുടുംബം വലിയ കാത്തിരിപ്പിലാണ്. ലോറിയുടെ സിഗ്നൽ കിട്ടി എന്നൊരു അപ്ഡേഷൻ നേരത്തെ വന്നിരുന്നു, അതിന്റെ സ്ഥിരീകരണം ഉണ്ടാവണം. അതൊക്കെ തന്നെയും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നാമതായി അത്യാധുനിക രീതിയിൽ അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനമുള്ള ലോറിയാണുള്ളത്. ആ ലോറിയിൽ സുരക്ഷിതമായി അർജുന് കഴിയാൻ സാധിക്കും. വണ്ടിയുടെ എൻജിൻ ഓൺ ആയിട്ടുണ്ട്. എവിടെയാണ് ഈ അർജുൻ്റെ വണ്ടി ഉള്ളത് എന്ന ലൊക്കേഷൻ്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഫോൺ നിരവധി തവണ റിങ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും വലിയൊരു പ്രതീക്ഷയിലേക്ക് തന്നെയാണ് കുടുംബത്തെ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്, പ്രാർത്ഥനയിലാണ്. അർജുൻ്റെ വീട്ടുകാരോടൊപ്പം നാട്ടുകാരും എല്ലാവരും ചേർന്ന് വലിയൊരു രീതിയിൽ അർജുനെ കാത്തിരിക്കുന്നു പ്രാർത്ഥനയോടെ ലക്ഷ്മി. അതെ.